ആദ്യം ശ്രീ ബി റജിയിലേക്ക്. റജി, ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി വളരെ സ്വകാര്യമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം, അത് ചർച്ചയാകണമെന്ന ലക്ഷ്യത്തിൽ തന്നെ പുറത്തു വരുന്നു. ഒരു പകൽ മുഴുവൻ അതിൽ നീണ്ട ചർച്ചകൾ നടക്കുന്നു. യുവ നേതാക്കൾ പോലും സമൂഹ മാധ്യമങ്ങളിലടക്കം പാലോട് രവിയെ പോലൊരു മുതിർന്ന നേതാവിനെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. പിന്നാലെ മണിക്കൂറുകൾക്കകം രാജിയും ഉണ്ടാകുകയാണ്. നോക്കൂ, പാലോട് രവിയുടെ രാജി ആരുടെ ആവശ്യമായിരുന്നു? നോക്കൂ, ഇത് ഒരു സതുദ്ദേശത്തോടെ ഒരു സഹപ്രവർത്തകനോട് സംസാരിച്ചതിനെ അതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് സെൻസേഷണലൈസ് ചെയ്ത് ഇത് എന്തോ ഒരു അപകടത്തെ വിളിച്ചു വരുത്തുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം ചില മാധ്യമങ്ങൾ നടത്തിയതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ ചർച്ച പോലും സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹം ആ പുല്ലമ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് സൗഹൃദത്തോടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായ വാമനപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയോട് സംസാരിച്ചതാണ് ഈ വിഷയം. അത് ആ പ്രാദേശിക തലത്തിലുള്ള ഒരു വിഷയത്തെയാണ് അവർ പരാമർശിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്നാണ് ആ വാക്കുകളിൽ മുഴുവൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഇതിനെ വലിയ ഒരു രാഷ്ട്രീയ സംഭവമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. പക്ഷേ സംഗതി അതെന്തൊക്കെ ആയിക്കൊള്ളട്ടെ, അതിൽ അല്പം ജാഗ്രതക്കുറവ് ബഹുമാന്യനായ DCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വമേധയാ തന്നെ രാജ്യസന്നദ്ധത അറിയിക്കുകയും KPCC ആ രാജി സ്വീകരിക്കുകയും അതിനെ തുടർന്ന് തിരുവനന്തപുരം DCCയിലെ പുതിയ പ്രസിഡൻറ്റിനെ താൽക്കാലികമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ വിഷയം അവിടെ പര്യവസാനിക്കേണ്ടതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് കൈരളി ഈ വിഷയം ഇതൊരു ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ ബി റജി, നോക്കൂ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതൊരു പ്രാദേശിക വിഷയമായിരുന്നു. രണ്ട് നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നു, അത് പിന്നീട് പുറത്തു വരികയാണല്ലോ. അപ്പോൾ അതിൽ രണ്ടിലൊരാൾ അത് പുറത്തു വിടാതെ പുറത്തു വരുമോ എന്നുള്ള ഒന്നാമത്തെ സംശയം. പിന്നെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ സതുദ്ദേശപരമായുള്ള വിമർശനമായിരുന്നുവെന്ന് ഇന്ന് KC വേണുഗോപാൽ അടക്കം പറയുന്നത് കണ്ടു. നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ഒരു ആൾക്കൂട്ടത്തിന്റെ പാർട്ടിയാണ്, എല്ലാവർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സതുദ്ദേശപരമായി ഒരു നേതാവ് വിമർശിക്കുമ്പോൾ അത് അയാളുടെ രാജിയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? സ്വയം രാജിവെച്ചത് എന്നുള്ളതായിരിക്കും റജി അതിനകത്ത് പറയാൻ വരുന്ന ന്യായീകരണം. പക്ഷേ ആ രാജിവെച്ച സാഹചര്യം എന്താണെന്നുള്ളത് നാടിന് മുഴുവൻ അറിയാവുന്നതാണ് റജി. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം സ്വയം രാജിവെക്കാനായി ഒരുങ്ങുകയാണെങ്കിൽ പോലും ഇതാ ആ രാജിക്കത്ത് കൊടുക്കുന്ന മാത്രമല്ല അത് വാങ്ങി പോക്കറ്റിയിടുന്ന നേതൃത്വം, അത് കോൺഗ്രസിൽ അസാധാരണമാണല്ലോ. നോക്കൂ, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്ര ജനാധിപത്യ സ്വഭാവമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുവാൻ അംഗങ്ങൾക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊന്നുണ്ടോ? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ബഹുജനങ്ങൾ അടങ്ങിയ അവരുടെ അഭിപ്രായത്തെയും അവരുടെ വ്യക്തിത്വത്തെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് സതുദ്ദേശപരമായി വളരെ പവിത്രമായി ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ കാണിച്ച ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തുടങ്ങുന്ന ഈ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അത്തരത്തിലുള്ളതാണ്. ഇവിടെ അത്തരത്തിൽ ഒരു സഹപ്രവർത്തകനോട് സതുദ്ദേശത്തോടെ സ്നേഹപൂർവ്വം ചില ഉപദേശങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് അത് വലിയ രാജി ഇനി മുതൽ ഒരു നേതാവിനും അവരുടെ അണികളോട് സതുദ്ദേശപരമായി ഒരു ഉപദേശവും നൽകാൻ സാധിക്കാത്ത തരത്തിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? അങ്ങനെ എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഉപദേശിക്കാൻ തോന്നുമോ ശ്രീ ബി റജി? അങ്ങനെ ഉപദേശങ്ങളില്ലെങ്കിൽ എങ്ങനെ നന്നാകും ഈ അണികൾ? അല്ല, അവിടെ അദ്ദേഹം വിശ്വസിച്ച വ്യക്തി മറ്റൊരാൾക്ക് അത് കൈമാറിയപ്പോൾ ആ മനുഷ്യൻ, ആ വ്യക്തി, ആ മൂന്നാമത്തെ ആൾ അതിനെ ദുരുപയോഗം ചെയ്തതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആവാം ഒരുപക്ഷെ ശ്രീ പാലോട് രവി അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിക്കുകയും ആ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഒരാളെ വിശ്വസിച്ചു, അയാളോട് സതുദ്ദേശപരമായി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു, ആ പ്രദേശത്തെ ആ സംഭാഷണം നമ്മൾ മുഴുവൻ ശ്രവിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ തേമ്പാമൂട് അല്ലെങ്കിൽ വാമനപുരം ആ ഏരിയയിൽ, പുല്ലമ്പാറ ഏരിയയിൽ നടക്കുന്ന അവിടുത്തെ ചില പടലപിണക്കങ്ങൾ, അവിടുത്തെ പ്രാദേശിക മണ്ഡലം കമ്മിറ്റിയും അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിയിലെയും ചില മെമ്പർമാർ തമ്മിലുള്ള പ്രാദേശികമായ അവരുടെ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചത്.